വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് സോഫ്റ്റ് സിൽക്ക് തന്നെ നല്ല ഒരു ഫാബ്രിക് ആണ്. അതായത് അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ളൊരു ഫാബ്രിക്കാണ്. അതിൽ ഫുള്ളായിട്ട് ഫുൾ ഹാൻഡ് വർക്കാണ്. ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. സെയിം തന്നെ ഫാബ്രിക്കിൽ ഡബിൾ ടോൺ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു സെയിം വർക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോലെ തന്നെ സെയിം വർക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്ക്. ഇത് ഡബിൾ ടോൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചെറിയൊരു പീച്ചിൻ്റെയും പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ. ഇങ്ങനെ കളർ മാറി വരുമ്പോൾ പിങ്ക് ആയിട്ട് വരും. നോർമലി കാണുമ്പോൾ പീച്ച് പോലെ തോന്നിക്കും കേട്ടോ. രണ്ട് ഇങ്ങനെ ഡബിൾ ടോൺ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു പ്രീമിയം കളക്ഷൻ എന്ന് പറയാവുന്ന ഒരു ഐറ്റം ആട്ടോ. ഫംഗ്ഷൻ വെയർ ആയിട്ട് കുറച്ചൊരു ലുക്കിൽ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ ബോട്ടം വരുന്ന ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് ആ ഒരു പീച്ച് കളർ ആട്ടോ. അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക് ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരിക. പിന്നെ നമ്പർ വരുന്നത് U510, റേറ്റ് 1500 ആണ്, 1500. നമുക്ക് അടുത്ത ഷെയ്ഡ് ഇതാട്ടോ. ഇത് എല്ലാത്തിലും ബേസ് കളർ, ടോപ്പിന്റെ ബേസ് കളർ സെയിം ആണ്, ഓഫ് വൈറ്റ് കളറാണ്. അതിന്റെ കോമ്പിനേഷനാണ് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ഒറിജിനൽ ജോർജറ്റയിലൊക്കെ ചിക്കൻ വർക്ക് വരത്തില്ലേ, ഒരു 3000 റേഞ്ചിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് തന്നെ കിട്ടുന്ന രീതിക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് പീസ് ആണ്. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. ഒരുപാട് അങ്ങനെ ഓവർ വർക്കായിട്ടില്ല, എന്നാൽ ആ ഒരു കൊടുത്തിരിക്കുന്ന വർക്കിന് ആ ഒരു ലുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ്. ഇത് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആട്ടോ. ഇതിപ്പോൾ രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കിൻ്റെ തന്നെ കൂടിയ ഫാബ്രിക്കാണ്. ഇത് നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾക്ക് തൊടുമ്പോൾ മനസ്സിലാവും. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൽ കൂടിയ മെറ്റീരിയൽ. ഇതിൻ്റെ നമ്പർ വരുന്നത് U510, റേറ്റ് 1500. അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ്റെ കളറാണ് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലുക്കുള്ള കളേഴ്സ് മാത്രം വെച്ചാൽ ചെയ്തേക്കുന്നത്. ആ ഒരു ഒറിജിനലായിട്ട് വരുന്ന അതേ കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ മെയിനായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. നമുക്ക് ആ ഒരു സിൽക്കിൻ്റെ തന്നെ നല്ലൊരു ഫാബ്രിക് കേട്ടോ. വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഷാമ്പു വാഷ് പോസിബിൾ ആണ്. ഇതുപോലെയാണ് ദുപ്പട്ടയുടെ വർക്ക് വരുന്നത്. രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടോ കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് U508, റേറ്റ് 1500. നെക്സ്റ്റ് വരുന്നത് അടിപൊളി കളറാട്ടോ. നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ്, കറക്റ്റ് ഒനിയൻ പിങ്ക് ആണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് സെയിം തന്നെ ത്രെഡ് വർക്ക് നമുക്ക് യോക്കിലും ഉണ്ട്, ദുപ്പട്ടയ്ക്കകത്തുണ്ട്. ഒത്തിരി അങ്ങ് ഭയങ്കര വർക്കോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെ വർക്കൊക്കെ കണ്ടും എടുത്തവർക്ക് നല്ല ഐറ്റം ആട്ടോ. കാരണം ഇത് ത്രെഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെതായ ഒരു ലുക്കിൽ തന്നെ ഇത് ചെയ്തേക്കുന്നത്. ശരിക്കും നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു 3000 റേഞ്ചൊക്കെ തോന്നിക്കുന്ന ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. കാരണം ആ ഒരു ഒറിജിനലിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് വർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ U512, റേറ്റ് സെയിം തന്നെയാണ്. അടുത്ത കളർ ഇതിൽ 5ാമത്തെ ഷെയ്ഡാണിത്. ഇതും അടിപൊളി കേട്ടോ. ഈ ഒരു ഒനിയൻ പിങ്ക് പോലെ തന്നെ അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ലാവണ്ടറിൻ്റെ ടോണാണ് വന്നേക്കുന്നത്. സെയിം തന്നെയാണ് കേട്ടോ. വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ദുപ്പട്ടയിലും രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇതുപോലെ. ഇതെല്ലാം കൂടിയ മെറ്റീരിയലാണ്. ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും ബോട്ടത്തിൻ്റെ എല്ലാം നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ നമ്പർ U609, റേറ്റ് 1500 മാത്രമേ ഉള്ളൂ, 1500.